ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആ ഹലോ. ആ ജോബേ, ഞാൻ കാലത്ത് പോരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ തിരുവനന്തപുരത്തിന് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, രാവിലെ 8:30 വന്നാൽ മതി എന്ന് ജോൺ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ വിളിച്ചിട്ട് വരാന്ന് കരുതി എപ്പോ വിളിച്ചത്. ശരിയാണ്, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. ഞാനിനി നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ എത്തുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് പിന്നെ എനിക്കിന്ന് അത്യാവശ്യമായിട്ട് വേണ്ടതായിരുന്നല്ലോ ജോണേ. ഞാൻ വരുന്നത് വരെ വേറെ ആരോടെങ്കിലും ഒന്ന് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യാമോ? അത് പിന്നെ വേറൊരു വഴി ഇല്ലാതിരുന്നുകൊണ്ടാ. ആ, ജോബിന് ഗൂഗിൾ പേ ഇല്ലല്ലോ? ഇല്ല. അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങിട്ട് തന്നെ. ആ, ഒരു വഴിയുണ്ട്. ആ, എന്താ? ഗൂഗിൾ പേ ഉള്ള ആരെയെങ്കിലും കണ്ടുപിടിക്കുക, എന്നിട്ട് അവരുടെ ഫോൺ നമ്പറോ അക്കൗണ്ട് ഡീറ്റെയിൽസോ എനിക്ക് അയച്ചതാ. എന്നിട്ട് ജോബ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ പോരെ? ഏതായാലും ആരെങ്കിലും കണ്ടെത്തിയിട്ട് ജോബ് എന്നെ വിളിക്കേ. ഹലോ ഹലോ ഹലോ. ആ, കേൾക്കുന്നില്ലേ? ആ ഹലോ. ആ, കേൾക്കുന്നുണ്ട്. ഞാൻ ആരെങ്കിലും ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ ജോണിനെ വിളിക്കാം. ഓ ശരി. ആ ഉണ്ണി, കുറച്ച് സ്പീഡിൽ പോയിക്കോട്ടെ. ആ ശരി സാറേ. ഇപ്പം തന്നെ വൈകി. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ അരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 4-ാം വാക്യം. ഇതാരാ? ജെയിംസാ? നിനക്കിപ്പോ ആരാണെന്നാ തോന്നണത്? ആ ആളാണ് ഞാൻ. ജെയിംസേ, ഞാനങ്ങോട്ട് വരാനിരിക്കണായിരുന്നു. വരാനിരിക്കേ? എടാ, വരാൻ ഉദ്ദേശമുള്ളവനുണ്ടല്ല, ഇരിക്കില്ല. ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നടക്കും. നടന്ന് ഞാനുള്ളിടത്ത് വരും. ഓ, ഈ ജെയിംസിന്റെ ഒരു കാര്യം. എന്തു പറഞ്ഞാലും ചോദിച്ചാലും ഉരുളക്കുപ്പേല് പോലെയാണ് മറുപടി. മറുപടി മാത്രമല്ല, കൊടുത്ത കാശ് തന്നില്ലെങ്കിലുണ്ടല്ല നല്ല ഇടിയിടിക്കും. എന്നെ കൊണ്ട് പറ്റാത്തതാണെങ്കിലുണ്ടല്ല കാശ് കൊടുത്ത് ഇടിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ആ കാശുണ്ടല്ല ഇടിച്ചവരെ കൊണ്ട് തന്നെ ഇടി കൊണ്ടവന്റെ ഇന്ന് വാങ്ങിപ്പിക്കും. എന്റെ പൊന്നു, എന്താടാ ഇതൊക്കെ കേട്ടിട്ട് തലറിങ്ങിട്ട് പാടില്ല. ഇതിനൊന്നും ആവശ്യമില്ല ജെയിംസേ, അല്ലാതെ നിന്റെ കാശ് ഞാൻ തരും. എപ്പോ? അത് ഇത് മറ്റത് മറിച്ചത്. എടാ, കടം വാങ്ങിച്ച കാശ് കൊടുക്കാതിരിക്കാൻ പതപ്പിക്കുന്ന നിന്റെ കയ്യിലുള്ള ഈ സോപ്പുണ്ടല്ല, അതെന്റെ കയ്യിൽ ചെലവാകില്ല. എടാ, ഞാൻ പലിശക്ക് കാശ് കൊടുക്കുന്നതേ പുണ്യം കിട്ടാനൊന്നുമല്ല. ദേ, കൂടുതൽ വർത്താനമൊന്നുമില്ല.
ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം, അതായത് പലിശ ഉൾപ്പെടെ എപ്പ തരും? അങ്ങനെ ചോദിച്ചാ ഓ, അപ്പൊ എന്റെ ചോദ്യത്തിനാണോ കുഴപ്പം? അതല്ല. ഏതല്ലെന്ന്? എടാ, കാശ് എപ്പ തരും അത് പറയും. അല്ല, നിന്റെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? ഒന്നുമില്ല. ഉം, ആ വർത്താനത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ദേ, ഞാൻ നിന്നെ പരിശോധിക്കുന്നില്ല. നിന്റെ കയ്യിൽ എത്രയാണെന്ന് വെച്ചെങ്കിൽ തന്നേരും. എടാ, അത് പലിശയിൽ വരവ് വെക്കടാ. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല ജെയിംസ്. ഉണ്ടെങ്കിൽ ഞാൻ തരില്ല. അതറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും വർത്താനം പറയേണ്ടി വന്നത്. അപ്പൊ നീ പരിശോധിച്ചടങ്ങും. എന്നോട് സഹകരിച്ച് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നാ ഞാൻ പെട്ടെന്ന് തപ്പിയെടുത്തോ. വെറുതെ ഇല്ലെന്ന് ഞാൻ എന്റെ കാശിലല്ല അവിടെ ഒന്നും ഇല്ലെന്ന്. നീ എന്താ ഈ കൈ എന്താ പറ്റിച്ചു വെച്ചേക്കണം? ഈ കാലത്തെ കൈയൊന്നും ഭയങ്കര വേദന. എവിടെ ഇത്? ഇല്ലെന്ന് പറഞ്ഞല്ലേ. 10 പൈസ ഇല്ലല്ലേ? 1, 2, 300 രൂപയുണ്ട്. ജെയിംസ്, അത് എടുക്കരുത്. എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചേക്കണത്. എടാ, എന്റെയും ഇതുപോലെയുള്ള അത്യാവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നിന്നെ പോലെയുള്ള നുണയന്മാർക്ക് ഞാൻ കാശ് കടം തരുന്നത്. എന്തിനാ? പലിശക്ക് വേണ്ടി. അത് ഞാൻ നഷ്ടപ്പെടുത്തണോ? ദേ, ഇത് പലിശയിലെത്തി പോലൊന്നും ആയില്ല. പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. പ്രഭാഷകൻ 31 അധ്യായം 5 വാക്യം. എൻ്റെ അടവ് എൻ്റെ അടുത്തേ. ജോയി, ഒന്നവിടെ നിന്നേ. എന്താ? ജോയി, അതെ, എനിക്ക് ഒരാൾ കുറച്ച് പൈസ അയച്ചു തരും. അതൊന്ന് എടുക്കാൻ സഹായിക്കാവോ? ഓ, അതിനെന്താ ഏട്ടാ? ചേട്ടൻ്റെ കയ്യിൽ ATM കാർഡില്ലേ? വാ, ഞാൻ എടുത്തു തരാം. അയ്യോ, എനിക്ക് ATM കാർഡ് ഒന്നുമില്ല. അക്കൗണ്ട് ഏത് ബാങ്കിലാ? അക്കൗണ്ടും ഇല്ല. പിന്നെങ്ങനെയാ? അല്ല, ജോയിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട്. ഓ, ഗൂഗിൾ പേ ചെയ്യാനാ? അതിനെന്താ, എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോളാൻ പറയും. ഞാനത് ATM വഴി ചേട്ടന് എടുത്തു തരാം. അയ്യോ ചേട്ടാ, ഇപ്പൊ തന്നെ വേണോ? എന്തു പറ്റി ജോയി? അല്ല, ഞാൻ ആ ജോണിയായിട്ടേ ഒരു വണ്ടി നോക്കാൻ പോവാ. അത് കഴിഞ്ഞ ഉടനെ വരും. ഏറിയാൽ ഒരു 1 മണിക്കൂർ. അത് കുഴപ്പമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അത് വേണ്ട, ചേട്ടൻ ആ കപ്പേളയുടെ അടുത്ത് നിന്നാ മതി. എൻ്റെ നമ്പർ കൊടുത്തോ. 9496336028. ഇതാ എൻ്റെ നമ്പർ. എത്ര കാശേട്ടാ? 5000 രൂപ. അപ്പം അത് ഞാൻ എടുത്തിട്ടേ കപ്പേളയുടെ അവിടെ വരാം. ഓ ശരി ജോയി. ജോണി എത്തിയല്ലോ. എടാ പോകടാ. എന്താ ഏട്ടാ, സുഖല്ലേ? സുഖമായിരിക്കണു. അപ്പൊ ജോയിയെ, ഞാൻ കപ്പേളക്ക് വെയിറ്റ് ചെയ്തോളാം. ശരി ഏട്ടാ. ശരി എന്നാ വാടാ പോവാ. ഹലോ ജോബേ, ആളെ കിട്ടിയോ? കിട്ടി. എങ്കിൽ ഞാൻ നമ്പർ പറയട്ടെ. സെൻഡ് ചെയ്യാൻ അറിയില്ലല്ലേ? അത് ശരി. നീ പറഞ്ഞോ. ഉണ്ണി, ആ വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ടേ ഈ നമ്പറൊന്ന് മൊബൈലിൽ നോട്ട് ചെയ്തോ. പറയടാ. 94 96 96 96
33 33 60 60 28. 28. ആ ഞാൻ പറയട്ടെ. ആ പറയേ. 94 96 96 33 33 60 60 28. 28. ശരിയല്ലേടാ? ഓഹോ ശരിയാണ്. ആരുടെ നമ്പർ ഇത്? ഇതൊരു ജോയിയുടെയാ. ആ ശരി ശരി, ഞാൻ ഇപ്പം തന്നെ അയക്കാം. ആ ഉണ്ണി എടുത്തോ. ആ ശരി. എന്താടാ ഇങ്ങനെയൊട്ടൊരു ഇടപാട്? എടാ കപ്പേളവിടെ എന്താടാ? ഓ അതൊന്നുമില്ല. ആ പുള്ളിക്കാരനൊരാൾ ഒരു 5000 രൂപ ഗൂഗിൾ പേ ചെയ്യും, അതും എൻ്റെ അക്കൗണ്ടിലേക്ക്. ആ അതെടുത്ത് കൊടുക്കണം. നമ്മൾ വണ്ടി നോക്കി വരുന്ന വഴി അതെടുത്ത് കപ്പയുടെ കാത്തു നിൽക്കുന്ന പുള്ളിക്ക് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതിപ്പോ ATM അങ്ങ് എടുത്ത് കൊടുത്താൽ പോരെ? അതിന് പുള്ളിയുടെ ആൾ പണം ഇടണ്ടേ? ഉം. പണം ഇട്ട് അത് ഞാൻ ATM ൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവരെ നീ കാത്തു നിൽക്കോ? അയ്യോ, അപ്പൊ എഴുതും അങ്ങോട്ട് പോവും. അത് തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞത്. ഞങ്ങളൊരു വണ്ടി നോക്കാൻ പോവാണ്, ആ നീ ഇപ്പോൾ വരും, ഞങ്ങൾ പോയി വരുന്ന വഴി ATM ൽ നിന്ന് എടുത്ത് കൊടുക്കാം, ചേട്ടൻ കപ്പേളയ്ക്ക് എടുത്ത് വെയിറ്റ് ചെയ്യാൻ. നീ എന്താ ആലോചിക്കണത്? ഏയ് അല്ല, ഈ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല, വണ്ടിയാണെങ്കിൽ വർക്ക്ഷോപ്പിലും. ആ അതിന് വേണം 10,000 രൂപ. ഓ. കയ്യിലാണെങ്കിൽ ഒരു 10-300 ഉണ്ടായത് ആ ജെയിംസ് തട്ടിപ്പറിച്ചെടുത്ത പോലെ കൊണ്ടുപോയി കളഞ്ഞു. ആ പലിശക്കാരൻ ജെയിംസിന്റെ കാര്യമാണ് നീ പറയണത്? അതെ. അവന് ഞാനും കൊടുക്കാൻ്റെ കാശ് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഉടുമ്പ് പിടിക്കണ മാതിരിയാണ് ആ പിശാജ്. ഞാൻ ആളുടെ മുന്നിൽ നിന്ന് മുങ്ങി നടക്കുക. മുങ്ങി നടന്നാലും ആ മുങ്ങാൻ വീട്ട് വന്ന് പിടിക്കും. ഫസ്റ്റ് ആളാണ്. കച്ചവടം നടന്ന ഒരു 5-8 രൂപ കിട്ടില്ലേ? ഇവൻ ഈ എഴുതുമായിട്ട് ഒരു ധാരണത്തിലല്ലേ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എൽദോ ആ 90,000 രൂപയ്ക്ക് തരാണെങ്കിലേ ആ. മാത്യു സാറിന് ഒരു 1 കൊടുക്കാലോ. അതൊന്നല്ല, 1-10,000 നമുക്ക് കൊടുക്കാമല്ലോ. അത് നമുക്ക് അങ്ങനെ ചെയ്യാം. ആ അതിനു മുന്നേ നമുക്കൊരല്പം ബുദ്ധി ഉപയോഗിച്ചാലോ? എന്ത് ബുദ്ധി? എടാ, ആ ജോബേട്ടൻ്റെ ആള് ആ നിന്റെ അക്കൗണ്ടിലേക്കല്ലേ കാശിടുന്നത്. ഉം. എടാ, അത് നമുക്ക് നിർത്തങ്ങോട്ട് മറിച്ചാലാ? അപ്പൊ അയാൾക്ക് കാശ് കൊടുക്കണ്ടേ? ഓ ആ ജോബേട്ടന് വേണ്ട. എടാ, നിന്റെ ATM കാർഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് കാശെടുക്കാൻ പറ്റിയില്ല എന്നങ്ങോട്ട് പറയണം. എന്നിട്ട് ഓ അപ്പൊ ഇന്നത്തെ ദിവസം പോയി കിട്ടും. പിന്നെ ATM കാർഡ് ശരിയാക്കി കിട്ടിയാലേ കാശെടുക്കാൻ പറ്റൂ എന്ന് പറയും. അപ്പൊ നാളത്തെ ദിവസം കഴിഞ്ഞ് കിട്ടിയില്ലേ? അത് കഴിഞ്ഞോ? ഇന്നും നാളെയും കഴിഞ്ഞ് കിട്ടിയില്ലേ, പിന്നെ മറ്റന്നാളല്ലേ. അപ്പൊ വേറെ എന്തെങ്കിലും ഐഡിയ കിട്ടും. ഈ ഒരാഴ്ചക്കുള്ളിൽ വണ്ടിയുടെ സെയിൽ നടന്ന് കിട്ടിയ ഈ പുള്ളിയുടെ കാശി പുഷ്പം വഴി നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയൂലേ? കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. അപ്പൊ അങ്ങേര് പറയാ നേരിട്ട് ബാങ്കിൽ പോയി കാശെടുത്ത് കൊടുക്കാൻ പറഞ്ഞ? ഓ അതിനുള്ള ബുദ്ധിയൊന്നും പുള്ളിക്കൊന്നും ഇല്ല. അതിനിടയ്ക്ക് വണ്ടിയുടെ കച്ചവടം നടക്കൂലോ അല്ലേ? പിന്നല്ലാതെ. എന്ത് കാര്യത്തിനും ശുഭാപ്തി വിശ്വാസം കൈവിടിയരുത്. ഓ നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക, നടന്നിരിക്കും. എനിക്ക് എന്നെ വണ്ടി ഇറക്കണം, നിനക്കും ആവശ്യമില്ലേ കാശ്? അതുണ്ട്. ആ പക്ഷേ എൻ്റെ അക്കൗണ്ടിലെ കാശ് വരണതേ എന്തുണ്ടായാലും നീ കൂടെ വെക്കണം കേട്ടോ. അത് പിന്നെ ഞാൻ കൂടെ നിൽക്കാണ്ടിരിക്കുവോ? ആ കാശ് വീണെന്നാ തോന്നണത്. ആഹാ. ആ ശരിയാ, 5000 വന്നിട്ടുണ്ട്. എങ്കി വാ, നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് വണ്ടി നോക്കിയിട്ട് ATM ലേക്ക് പോവാം. വാ. ആ ഹലോ ജോബേ, നീ തന്ന നമ്പറിലേക്ക് ഞാൻ 5000 രൂപ ഇട്ടിട്ടുണ്ട്. ആ വളരെ ഉപകാരം ജോണേ. അത് ഞാൻ വാങ്ങിച്ചോളാം.
ഓ ശരിടാ, ഓക്കെ. ഈ വണ്ടി കണ്ടില്ലേ, നന്നായിട്ട് കാശ് മുടക്കി തന്നെയാണ് പണിതിട്ടുള്ളത്. എനിക്ക് ഞാൻ പറഞ്ഞ കാശ് കിട്ടണം. നിങ്ങൾ എത്രയും വേണമെങ്കിലും കൊടുത്തോ, എനിക്കൊരു പ്രശ്നമില്ല. ചേട്ടാ ഒരു മിനിറ്റ്. ആ അല്ലേ എഴുതോ ഏ? ഇങ്ങോട്ട് വന്നേ. ആ ജോണേ കാശിട്ടിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. കാശ് കിട്ടിയോ? അത് വന്നു. ഞാൻ ATM കയറിട്ട് വിളിക്കാം. വളരെ ഉപകാരം ചോയി. ഞാൻ കപ്പേളയുടെ അടുത്ത് കാത്തു നിൽക്കാം. ആ ശരി ചേട്ടാ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറയും. ആ ബാക്കി നമുക്ക് എന്താന്ന് വെച്ചാൽ ആ ചെയ്യും. ആരടാ ആ ജോബ് കിട്ടണ? അതെ, നീ എന്ത് പറഞ്ഞു? കാശ് വന്നോന്ന് ചോദിച്ചു. ആ. ഞാൻ വന്നു എന്നും പറഞ്ഞു. ഇനി അയാൾ വിളിക്കുമ്പോഴാ മറ്റേ കാര്യം പറയേണ്ടത്. ഏത്? ATM കാർഡ് വർക്ക് ചെയ്യുന്നില്ല കാര്യം. നീ വാ, ഞാൻ പറഞ്ഞുതരാം. ആ ശേ, നുണ പറയാമെന്ന് പറഞ്ഞതുപോലെ തന്നെയായല്ലോ. എന്തു പറ്റി? എൻ്റെ ATM കാർഡ് വർക്ക് ചെയ്യുന്നില്ല. ആ പസ്റ്റി. ഛേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ വന്നേ. ഇനിയിപ്പോൾ എന്താ? ഹോ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. വല്ല കുഴപ്പമാവോ? എന്തു കുഴപ്പം? ആ ID കിട്ടി. ഹ, നീ ആ കാശേ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്. അതെന്തിനാ? ആലോചിക്കാനും ചിന്തിക്കാനും ഇനി സമയമില്ല. ഇയാളെ എൻ്റെ കയ്യിൽ ATM കാർഡില്ലേ, ഇങ്ങനെ നടന്നില്ലേ, അത് നമ്മൾ ഇങ്ങനെ നടത്തും. ആ അപ്പൊ നിന്റെ ATM കാർഡ് ഉണ്ടോ? അത് എൻ്റെ മൊബൈലിൻ്റെ അകത്ത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ദേ കണ്ട, ദേ. ആ വന്ന് ഓക്കെ. വായിങ്ങട്. നമ്മളാരാ മോൻ? ആ ശരിയാണ്. അവിടെ നിന്ന് ഇപ്പൊ പോയി എടുത്തത്. എടുത്തോണ്ട് വാ. എടാ നീ എന്തായി പറയണത്? നീ അതല്ലെന്ന് ഞാൻ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ആ ആയിക്കോട്ടെ. അമ്മോ. അല്ലടാ അവിടെ പോയിട്ട് ആ നീ പറയടാ. നീ എങ്ങോട്ട് പോയെന്നാണ് ഇപ്പൊ? ഉഫ്, എടാ ആ ശരി. ഡാ ജോണി നിന്നടാ അവിടെ. ആ എന്താ നീ എന്താടാ ഇവിടെ? ഞാൻ ഈ വഴി പോയപ്പോ ഇങ്ങോട്ട് വന്നത്. എങ്ങനെ എന്താടാ ഇത് ATM കാർഡാ? ആഹാ, അപ്പൊ കാശെടുക്കാനാണല്ലേ? എവിടെ പറയ് അവിടെ. ഇല്ലെന്നേ, ഇത് തന്നെ പണിയാണല്ലേ. എന്റെ തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ? ഇല്ലെന്ന് എവിടെ ഇക്കടല്ലേ, ഇത് എല്ലാ ദിവസവും കൊണ്ടൊരു ഇത് തന്നെ പണിയല്ലോ. നീ പിന്നെ എന്തിനാടാ എന്റെ പൊന്നി നീ പിന്നെ എന്തിനാടാ ATM ൽ കയറിയത്? വന്നിട്ട് കേറിയിട്ട് വന്നാണ് ഇങ്ങോട്ട്. ഓ എന്റെ പൊന്നി ആശ ജെയിംസ്, ഞാൻ വെറുതെ തപ്പിയെടു. ഇരുന്ന് എടുത്ത് ഇല്ലെന്നല്ലേ പറഞ്ഞു. ഞാൻ വെറുതെ ഒന്ന് ചുമ്മാ മര്യാദ എന്നെ നിങ്ങളാ. അങ്ങോട്ട് പോട്ടി ഇല്ലതേ കണ്ട. ശരിയല്ല. ആ ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ ATM കാർഡ് എടുത്ത് നോക്കിയിട്ട് പൈസ കിട്ടിയില്ല. വേണ്ട വേണ്ട, എന്നെ കളിപ്പിക്കല്ലേ. ഓടാ, ശ്ശെ, നീ എന്താ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കണത്? പോയിക്കോ. പോങ്ങട് പോ, പോ. ആഹാ, എന്നോട് പോന്നാ. ശ്ശേ. നീ ഇതവിടെ പോയി? എടാ ഞാൻ ആ ജെയിംസിനെ കൂടെ ഓടിക്കളഞ്ഞാണ്. ആഹാ, കാശ് കിട്ടിയ? കാശ് കിട്ടി. എന്നിട്ട് കാശി അവൻ അവൻ മേടിച്ചോണ്ട് പോയാ? അവൻ മേടിച്ചിട്ട് പോയതല്ല. ഞാൻ അവന് കൊടുക്കാണ്ടിരിക്കാൻ അവിടെ വെച്ചൊരു വണ്ടിയുടെ ഇടയിൽ തിരികെ വെച്ച്. പക്ഷേ ആ വണ്ടി അവൻ്റെ അത്ര. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. സങ്കീർത്തനങ്ങൾ 146 അധ്യായം 9 വാക്യം. അവൻ ആ വണ്ടി എടുത്ത് ഓടിച്ചിട്ട് അങ്ങോട്ട് പോയി. ശ്ശോ. ശ്ശെ,
ദേ ഫോൺ അടിക്കണം. ദേ ഇതാ ജോബേട്ടനാണ്. ഹലോ ആ ചേട്ടാ, ഞാനിങ്ങോട്ട് വരാം ചേട്ടാ. നീ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ കൂടിയാണ്? ഏയ് ഇനി കുഴപ്പമൊന്നും ഞാനില്ല. ഞാനുള്ള സത്യം പറയാൻ പോണം. ആ എങ്കിൽ ശരി, നീ പോയിട്ട് വാ. ഏയ് അത് ശരിയാവില്ല. നീയും വരണം എൻ്റെ കൂടെ. ഞാനാ? നീ ഇങ്ങോട്ട് വന്നേ. എടാ നീ അവിടെ നിന്നേ. ഏ കാശ് കയറ്റുന്നാലേ അവൻ അത് എങ്ങനെയെങ്കിലും തപ്പിയെടുക്കും. അതാണ് ഞാൻ അല്പം ബുദ്ധിമുട്ടിച്ച് അവിടെ ഇരുന്ന വണ്ടിയിൽ തിരികെ വെച്ചത്. അവൻ പോയി കഴിയുമ്പോൾ എടുക്കാന്ന് കരുതിയാ. അത് അവന്റെ വണ്ടിയാണ്, ഞാൻ ഒട്ടും കരുതിയില്ല. ഷേ, ഇപ്പൊ നീ അയാളോട് എല്ലാം പറയാൻ പോകുന്നു പറഞ്ഞാ നീ എന്താ പറയാൻ പോണത്? ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ആ കാശ് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. ജോയി, ഞാൻ ഇന്ന് വരെ ആരെയും പറ്റിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ ഇല്ല. ജോയി അതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നഷ്ടപ്പെട്ട പണം ഇതാണോ എന്ന് നോക്ക്. എൻ്റെ ATM കാർഡ് വർക്ക് ചെയ്യായിരുന്നോണ്ടേ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടേ ഇവനാണ് ATM നിന്ന് എടുത്തത്. അത് 8,500-ൻ്റെയും 2,200-ൻ്റെയും 600-ന്റെ അല്ലേ? ആ അതെ. ഞാനിപ്പോൾ ആ ജെയിംസായിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പോരുമ്പോൾ വഴി കിടന്ന് കിട്ടിയതാ. ഏത് പലിശക്കാരൻ ജെയിംസാ? ആ അതെ. ചേട്ടാ ചേട്ടാ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊക്കെ ഉണ്ട്. എന്നാൽ ഇത്രയും ദൈവാനുഗ്രഹമുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. റോമ 9:16 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.